പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശൂർ മറ്റത്തൂരിൽ ബി ജെ പിയുടെ പിന്തുണയോടെ ജയിച്ച വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ KPCC നിർദ്ദേശപ്രകാരം വിമതർ വഴങ്ങിയിരിക്കുന്നു. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഒടുവിൽ നൂർജഹാൻ രാജി സമർപ്പിച്ചിരിക്കുകയാണ് സെക്രട്ടറിക്ക്. നേരത്തെ KPCC ഫോർമുല പ്രകാരം വിമതർ വഴങ്ങാൻ തീരുമാനമെടുത്തിരുന്നു. മറ്റ് പാർട്ടി നടപടികൾ ഉണ്ടാവില്ല എന്ന ഉറപ്പിന്മേലാണ് ഈ നീക്കം. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോഴും അവർ തുടരുകയാണ്. അവരെ രാജിവെപ്പിക്കുന്ന കാര്യത്തിൽ എന്ത് തീരുമാനമായി ജെയ്സൺ? അരുൺകുമാർ, അങ്ങനെ KPCCയുടെ നിർദ്ദേശങ്ങൾക്ക് വിമതർ വഴങ്ങി. അതേസമയം തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് സംബന്ധിച്ചുള്ള ചില പരിമിതികൾ അവർ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിമത സ്ഥാനാർത്ഥിയായി വിജയിച്ച വ്യക്തിയാണ് അവിടെ പ്രസിഡന്റായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ രാജിവെപ്പിക്കാൻ ഇവർ മാത്രം വിചാരിച്ചാൽ പോരെ എന്ന നിലപാടാണ് വിമതർ എടുത്തത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസും ഒരുപക്ഷെ ആയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വലിയ നിബന്ധനകൾ ഇവർ വെച്ചിരുന്നു. DCC നേതൃത്വത്തിനെതിരെ നടപടി വേണമെന്നടക്കമുള്ള നിബന്ധനകൾ വിമതർ നേരത്തെ വെച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ KPCC അംഗീകരിച്ചില്ല. മാത്രവുമല്ല, കോൺഗ്രസിനകത്തെ അഭിപ്രായ ഭിന്നതകളാണ് ഇത്തരത്തിലുള്ള മറ്റത്തൂർ വിഷയം ഉണ്ടാക്കുന്നതിനിടയാക്കിയതെന്ന വിലയിരുത്തൽ KPCC നേതൃത്വത്തിനുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നേരിട്ട് വിളിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ അവർക്ക് കൂടി ഭാവിയിൽ ദോഷം വരുമെന്ന വാണിംഗ് നൽകിയെന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നപരിഹാരം വേഗത്തിലായത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇപ്പോൾ ഇന്ന് രാജി നൽകിയിരിക്കുന്നത്. പ്രസിഡന്റ് രാജിവെക്കുമോ എന്നറിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇനി പെട്ടെന്ന് തന്നെ നടപടി പിൻവലിച്ച് ഈ വിമതർക്കെതിരെയുള്ള നടപടി പിൻവലിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഓക്കെ ജെയ്സൺ, അങ്ങനെ തൽക്കാലം മുഖം രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നൂർജഹാന്റെ രാജിയോടുകൂടി അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവസാനം വരെയും കോൺഗ്രസ് കേൾക്കേണ്ട പഴിയായിരുന്നു. BJPക്ക് പിന്തുണയോടുകൂടിയല്ലേ നിങ്ങളെ പ്രസിഡന്റ് ഇരിക്കുന്നത്? BJPക്ക് പിന്തുണ കൊടുത്തില്ലേ നിങ്ങൾ? CJP അല്ലേ? കോൺഗ്രസ് ജനതാ പാർട്ടി എന്നൊക്കെയുള്ള വിളികൾ കേൾക്കുമായിരുന്നു. പക്ഷെ കേൾക്കാനുള്ളത് കേട്ടു. ഇപ്പോൾ എന്തായാലും സെക്രട്ടറി എടുത്ത് പോയി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്.